ഹലോ, ഓക്കെ. ശ്രീധർ സാറാ, സാറപ്പൊന്നു ഇപ്പൊ വന്നതേ ഉള്ളൂ. സിസ്റ്റർ, ഇത് ലോപ്പ സാറിനുള്ളതാ. എന്നാലും ഭയങ്കര കഷ്ടമായി പോയി സാറേ. സത്യത്തിൽ എന്താ സംഭവിച്ചേ? മറ്റേ പൂവാല സുഖാസുല്ലേ, അവൻ പ്രേമിച്ച പെണ്ണുപോയ ദേഷ്യം തീർക്കാനേ ലേഡീസ് ഹോസ്റ്റലിന്റെ മതിലിന്റെ മോളിൽ കയറി എന്തോ വൃത്തിയേട് കാണിച്ചു. ഇതാ വാടം കണ്ട് അവര് ലോപ്പ സാറിന്റെ പഴയൊരു സെറ്റപ്പാണല്ല. അവനിവിടെ മണ്ണന്തലിലുണ്ടെന്നറിഞ്ഞ് പിടിക്കാൻ വേണ്ടി പോയതാ. സാറിന്റെ ചേട്ടൻ ചെറുതായിട്ടൊന്ന് പിഴച്ചെന്നാ ആശുപത്രി കൊണ്ടാക്കിയപ്പോ സുഹാസ് പറഞ്ഞത്. പാവം സുഹാസ് ഒരുപാട് പേടിച്ചുപോയി. പിന്നെ ഞാൻ അവനെ സമാധാനിപ്പിച്ചു വിട്ടത്. എങ്ങനെയുണ്ട്? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, പ്ലീസ്. ക്ലാര ചേച്ചി വിഷമിക്കാതെ, ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ. കണ്ണീ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടു എന്ന് കരുതിയാ മതി. ഐ എം ഡോക്ടർ ശ്രീധർ. ഹലോ ശ്രീധർ, എങ്ങനെയുണ്ട് സാറിന്? ഒന്നും പറയാറായിട്ടില്ല. ഇൻട്രാസെർബ്രൽ ഹെമറേജ് ഇൻഡ്യൂസ്ഡ് കോമയാണ് ഡ്യൂ ടു സിവിയർ ഹെഡ് ട്രോമ. ഐ ഡോണ്ട് സീ എ ഹോപ്പ് ആക്ച്വലി. താങ്ക് യു സർ. അഞ്ജു, ഞാൻ നമ്മുടെ ശങ്കർ ഫാനിനെ കാണാൻ പോവാ, സിദ്ധാർത്ഥ് മേനൻ. Can you join me please? Sorry Roy, അത് ശരിയാവില്ല. You know why? It's all right, I'll manage. എങ്ങനെ ആയാലും അയാളെ എന്ന് ഞാൻ പോക്കറ്റിലാക്കും. Just wait and watch. എനിക്ക് തോന്നുന്നത് ഈ ഹെയർ ഫിക്സിംഗ് നല്ല സ്കോപ്പുള്ള ബിസിനസ്സാണെന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പം നോക്കൂ, ഇവിടെ ആരുടെ തലയിലാണ് ഒറിജിനൽ മുടിയുള്ളത്? ഇത് ഒറിജിനല്ല. Oh, is it? അല്ലെങ്കിൽ തന്നെ ഈ പ്രായവും കഷണ്ടിയായിട്ടൊന്നും ഇക്കാലത്ത് ഒരു ബന്ധവുമില്ല. നീ പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. പോ. ഹലോ, ഇവിടെ. Roy, what do you prefer? Something hot? Yeah, I want something hot. തണുത്തത് എന്തെങ്കിലും ആവുന്നതാണ് നല്ലത്. തണുത്തത് കുടിക്കുമല്ലോ. അവനത് മതി. Okay. ഹലോ, പറയൂ, എന്താ റോയിയുടെ സജഷൻ? നമ്മുടെ ലോഞ്ചിങ് ഇവന്റിന് നല്ല റീച്ച് കിട്ടണം. അത് വേണം. അതിന് നമുക്കൊരു ഗസ്റ്റിനെ കൊണ്ടുവരണം, ഒരു സെലിബ്രിറ്റി. അതിന് പറ്റിയ ആരെങ്കിലും ഉണ്ടോ റോയിയുടെ മനസ്സിൽ? സർ, അതിപ്പോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാള്. How about Shankar, sir? ശങ്കർ? Actor Shankar, you know? എക്സലന്റ് ചോയ്സ്. മിസ്റ്റർ റോയ്ക്ക് എങ്ങനെ ഈ ഒരു പേര് സ്ട്രൈക്ക് ചെയ്തത്? പിന്നെ പഴയ ശങ്കർ മേനക കോമ്പിനേഷൻ സാറിന്റെ ഫേവറേറ്റ്. ഇതൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ സാറേ? വാവ്. അപ്പൊ ഇന്നത്തെ കാലത്തും നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊന്നുമില്ല സർ. നൗ ഐ ഫീൽ മോർ ത്രിൽഡ്. ഓക്കെ, ഞാൻ നമ്മുടെ ഐസക്കുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ വരാം.
Dolly special. റോയ്ക്ക് മൂവിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? You look so handsome. Oh, really? But I don't think I'm a good actor. Oh, come on. I don't think so. ആക്ച്വലി ഞാൻ ഡോളിയെ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ച, ഞങ്ങളുടെ ന്യൂ ഇയർ കാലണ്ടറിന് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? യുനോ ഡോളി, യുവ് ഗോട്ട് എ ഗുഡ് സ്ട്രക്ചർ, സൂപ്പർ മോഡൽ ലൈക്ക്. I'm ready. But സിദ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. You know, old people. അയാളുടെ പോകാൻ പറ. What? നത്തിങ്. സാർ പോയിട്ട് കുറച്ച് നേരമായല്ലോ. ഈ ഐറ്റത്തിൻ്റെ നമ്പർ ഇപ്പം എങ്ങനെയാ ഒന്ന് ഒപ്പിക്കുക? Anyway, I'll give you my number. Who knows? ചിലപ്പോ സിദ് സമ്മതിച്ചാലോ? അബ്ദുള്ള മലയെ തേടി പോയപ്പോൾ മല അബ്ദുള്ളയെ തേടി വരുന്നു. ഓക്കെ ഐസക്, ടേക്ക് കെയർ, ബൈ. ഓഫീസിലേക്കൊക്കെ ഒന്ന് വരൂ. when you get some time. Okay. അപ്പൊ എവരിത്തിങ് ഓക്കെ. നാളെ തന്നെ ഞാൻ എറണാകുളത്തേക്ക് പുറപ്പെടുക. Okay, sir. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റോയി നോക്കിക്കോളൂല്ലോ. ഞാൻ നോക്കിക്കോളാം സർ, നോ പ്രോബ്ലം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഡം ഉണ്ടല്ലോ ഇവിടെ. എന്താ? മാഡം ഇവിടെ. അത് വേണ്ട, എന്റെ നമ്പർ ഉണ്ടല്ലോ, എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ സർ. ഇത് വേണമെങ്കിൽ കുടിക്കേ, നീ ഇപ്പുറത്തിരിക്കെ. ഇനി ബാക്കി ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഓഫീസിൽ വെച്ച് മതി, വീട്ടിൽ വേണ്ട കേട്ടോ. കുടിക്കേ. ഹലോ അഞ്ജു, നമ്മുടെ സിദ്ധാർത്ഥ് മേനോൻ ഫ്ലാറ്റ് ഡീൽ ഫിക്സ്ഡ്. ആ കുമാറിനോട് അറേഞ്ച്മെന്റ്സ് ഒക്കെ തുടങ്ങിക്കോളാൻ പറ. ഓക്കെ. ആ യാ എനി അതർ ന്യൂസ്? ഓക്കെ. ഹലോ അഞ്ജു, ഐ ജസ്റ്റ് കോൾ യു ലേറ്റർ. ഓക്കെ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ശരിക്കും നിനക്കിപ്പോൾ എന്താ പരിപാടി? ആ, പുതിയൊരു ആശയം മനസ്സിലുണ്ട്, അത് കഥയായിക്കൊണ്ടിരിക്കുക. നീ തമാശയുണ്ട്, ഞാൻ സീരിയസ് ആയിട്ട് വെച്ച. പക്ഷെ അഞ്ജനെ സമ്മതിക്കണം, ആള് നല്ല സ്മാർട്ടാ. ഒറ്റയ്ക്കൊക്കെ ഒരു കുടുംബം നോക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. മേ ബി യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. ചാടിക്കടിക്കാൻ വരില്ലെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് ഉപദേശിക്കാം. എടാ, എനിക്കറിയാം, സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ഞാൻ ജാസ്മിന് കൊടുത്ത ലവ് ലെറ്റർ, അന്ന് മുതൽ നീ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്, റൈറ്റ്? എടാ, അതിനൊരു കാരണം ഉണ്ടായിരുന്നു. സത്യം, നീ കരുതുന്ന പോലെ അവൾക്ക് നിന്നെയല്ല എന്നെ ആയിരുന്നു ഇഷ്ടം. ഞാൻ പറഞ്ഞു വന്നത്, വേണ്ട വേണ്ട, നിനക്കറിയാം, നിന്റെ വൈഫ് ആയതുകൊണ്ട് അഞ്ജുവിന് ഞാൻ എൻ്റെ കമ്പനിയിൽ ജോലി കൊടുത്തു. അതങ്ങനെയല്ലല്ലോ. നിന്റെ കമ്പനിയിൽ ഏതോ പാർട്ടിക്ക് വന്നപ്പോഴാടാ അവൾ എന്റെ ഭാര്യ നീ അറിഞ്ഞത്. അതായതുകൊണ്ടാണല്ലോ ഞാൻ അവളെ പെർമനന്റ് ആക്കിയത്. അളിയാ, നിനക്കെന്താ പ്രാക്ടീസിന് പോയാല്? സത്യം പറ, നീ MBBS പാസ്സായില്ലല്ലേ? ഈ എഴുത്ത് നിനക്ക് എന്ത് കിട്ടാനാടാ? ഉണ്ടടാ, സ്വസ്ഥത, സമാധാനം. നിന്നടുത്ത് പറഞ്ഞ എന്ത് കാര്യം? അഞ്ജനയ്ക്ക് ഇത് രണ്ടുമില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പുലി പൊണ്ടാറടക. എടാ, അന്നും ഇന്നും എന്നും നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗെറ്റ് ഇറ്റ് സ്ട്രേറ്റ്. കാശാണ് ഈ ലോകത്തെല്ലാം. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. ആണാ, എത്രയായി? ഡേടേ, ഞാൻ കൊടുക്കാം. വേണ്ട, ഞാൻ കൊടുത്തു. 2 ചായ 2 കടിയല്ലേ? എത്രയായി? 24. ആ, ബാക്കി വെച്ചോ. ഹലോ റൈറ്റർ, പോക്കറ്റ് മണി വല്ലതും വേണമെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. പുലേ, എല്ലാവർക്കും എല്ലാത്തിനും ഒരു സമയം വരും. നീ അഹങ്കരിച്ചോ? ജീവിതം എന്ന് പറയുന്നത് നീ ഇപ്പൊ പറഞ്ഞില്ലേ, പണം, അതല്ല. അത് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അപ്പൊ കാണാം. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോഴും ഇത് തന്നെ പറയണം. ഓ, യവനല്ലേ അവൻ? ആര്? അളിയാ, പെടുന്നോ?